ഹലോ, നമസ്കാരം. ഓട്ടോ ക്ലബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വാഹനം ഉപയോഗിക്കുന്ന എല്ലാവരും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യമായി എൻജിൻ്റെ ഓയിൽ എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് ഡിപ് സ്റ്റിക്ക് എന്ന് പറയും. എൻജിൻ ഓയിലിൻ്റെ ലെവല് ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നൊരു സ്റ്റിക്കാണ്. ഡിപ് സ്റ്റിക്ക് എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് പോയിന്റുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതായത് ലെവൽ എന്ന് പറഞ്ഞൊരു പോയിന്റും ഫുൾ എന്ന് പറഞ്ഞൊരു പോയിന്റുമാണ്. രണ്ട് പോയിന്റാണ് ഇതിലുള്ളത് സ്റ്റിക്കിൻ്റെ എൻഡിലായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു ഹാഫ് പോർഷൻ തൊട്ട് ഓയിൽ വണ്ടിയിൽ ഉണ്ടാവണം. ഇതിന് താഴെ പോകാനും പാടില്ല. അതുപോലെ തന്നെ ഈ ലെവൽ എന്ന് പറയുന്നതിൻ്റെ താഴെ ഒരു കാരണവശാലും പോകരുത്. അങ്ങനെ വണ്ടി ഓടാനേ പാടില്ല. അങ്ങനെ ഓടിക്കഴിഞ്ഞാലും വണ്ടിക്ക് ഒരുപാട് എൻജിൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാതെ കിടക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ സ്ഥിരം റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന വണ്ടികളിൽ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഈ ഓയിൽ ലെവൽ ഒന്ന് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ. ഈ ലെവൽ തൊട്ട് ഫുള്ള് വരെ ഇതിനിടയ്ക്ക് ആയിരിക്കണം ഓയിലിൻ്റെ ലെവൽ ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഈ സ്റ്റിക്ക് നമുക്കിങ്ങനെ വളരെ ഈസി ആയിട്ട് ഊരിയെടുക്കാനും തിരിച്ച് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റുന്നതാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഓക്കെ, അടുത്തതായി നമുക്ക് റേഡിയേറ്ററിൻ്റെ ഭാഗത്തേക്ക് വരാം. റേഡിയേറ്റർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് നമ്മുടെ എൻജിൻ ചൂടാകുമ്പോൾ എൻജിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് റേഡിയേറ്റർ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. റേഡിയേറ്റർ അതിനോടടുത്ത് തന്നെ ഒരു ഫാന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എൻജിനിൽ നിന്നും സർക്കുലേറ്റ് ചെയ്ത് വരുന്ന വെള്ളം നമ്മുടെ റേഡിയേറ്ററിലേക്ക് വരുന്നു. വെള്ളമല്ല, കൂളൻ്റാണ് യൂസ് ചെയ്യേണ്ടത്. വെള്ളം ഉപയോഗിച്ച് ഓടുന്ന വണ്ടികളുണ്ട്. പക്ഷേ വെള്ളം ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ തുരുമ്പും അതുപോലെ തന്നെ അഴുക്കൊക്കെ ഒരുപാട് വന്നിട്ട് നമ്മുടെ റേഡിയേറ്റർ ബ്ലോക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കഴിവതും കൂളൻ്റ് തന്നെ യൂസ് ചെയ്യുക. കഴിവതും എന്നല്ല, കൂളൻ്റ് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെവൽ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ ക്യാപ്പ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഈ ക്യാപ്പ് ഓപ്പൺ ആവുന്നതാണ്. ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതിൽ ഈ ലെവലിൽ വെള്ളം കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ ലെവലിൽ വെള്ളം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഈ റേഡിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പൈപ്പുകൾ എൻജിനിലേക്കും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള പൈപ്പുകൾക്ക് എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. രാവിലെ നമ്മൾ എടുക്കുന്നതിന് മുമ്പേ, എവിടെയെങ്കിലും യാത്ര പോകുന്നതിന് മുമ്പേ വണ്ടി തണുത്ത് കിടക്കുമ്പോൾ മാത്രമേ റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് ഓപ്പൺ ചെയ്യുകയും ചെയ്യാവൂ. ചൂടായി നിൽക്കുന്ന സമയത്ത് പ്രഷർ ഉണ്ടാവും ഇതിൽ. അപ്പോൾ വെള്ളം തെറിച്ച് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തണുത്ത് കിടക്കുമ്പോൾ മാത്രമേ ഈ ക്യാപ്പ് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ റേഡിയേറ്ററിനോട് അനുബന്ധിച്ച് തന്നെ നമുക്കിവിടെ ഓക്കെ, അപ്പം ഇതിനോടനുബന്ധിച്ച് നമ്മുടെ എൻജിൻ കൂളൻ്റ് ടാങ്കാണ്, റിസർവ് ടാങ്ക് എന്ന് പറയും. അപ്പോൾ ഈ ടാങ്കിനകത്തും നമ്മൾ വെള്ളം കുറവ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിലും നമ്മൾ കൂളൻ്റ് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് ഇവിടെ ലെവൽ കാണിച്ചിട്ടുണ്ട്. ക്യാമറ ഇങ്ങോട്ടൊന്ന് കാണിച്ചോളൂ. ലെവൽ കാണിച്ചിട്ടുണ്ട്. അതായത് ലെവലെന്നും അതുപോലെ തന്നെ ഫുള്ളെന്നും പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫുള്ള് ലെവലിന് മുകളിലേക്ക് ഒഴിക്കേണ്ട. ഫുള്ളെന്ന് പറയുന്ന ഈ ഒരു ലെവലിൽ നമ്മൾ ഇതിനകത്തും കൂളൻ്റ് കീപ്പ് ചെയ്യേണ്ടതാണ്. ഇത്രയാണ് നമ്മുടെ റേഡിയേറ്ററിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എയർ ഫിൽട്ടർ എന്ന് പറയുന്നത്. എയർ ഫിൽട്ടർ എന്ന് പറയുന്നത് ഒരു എയർ ഫിൽട്ടർ യൂണിറ്റാണിത്. ഈ കാണുന്നത് ഒരു യൂണിറ്റാണ്. ഇത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ രണ്ട് ക്ലിപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒന്ന് കാണിക്കാം. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫിൽട്ടർ ഇതിനകത്തുണ്ടാവും. ഇങ്ങനൊരു പേപ്പർ ഫിൽട്ടറാണിത്. ഈ പേപ്പർ ഫിൽട്ടറാണ് നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് 20,000 കിലോമീറ്ററൊക്കെ ഓടിക്കഴിയുമ്പോഴത്തേക്കിന് ഇതിനകത്ത് ഇതുവഴി, അതായത് എയർ ഫിൽട്ടറിൻ്റെ ഈ ഒരു എൻഡ് വഴി എയറിനെ സക്ക് ചെയ്ത് വലിച്ച് ഈ ഫിൽട്ടർ വഴി ഫിൽട്ടർ ചെയ്താണ് നമ്മുടെ എൻജിനിലേക്ക് എയർ പാസ് ചെയ്യുന്നത്. അപ്പം ഓക്സിജൻ എൻജിനിലേക്ക് ചെന്നെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഫയറിംഗ് ഉണ്ടാവൂ. ഫയറിംഗ് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ എൻജിൻ പ്രവർത്തിക്കുന്നത്. അപ്പം എൻജിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ വിശദമായൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം ഈ എയർ ഫിൽട്ടർ നമുക്ക് 20,000 കിലോമീറ്റർ വെച്ച് റീപ്ലേസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. 20,000 കിലോമീറ്റർ ഒക്കെ ആകുമ്പോഴത്തേക്കിന് ഏകദേശം ഈ ഫിൽട്ടർ ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 10,000 കിലോമീറ്ററിൽ നമ്മൾ സർവീസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുകയും ക്ലീൻ ചെയ്തിടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്തിടുകയും ചെയ്യണം. അപ്പോൾ നമുക്കിത് റീപ്ലേസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്ത് തിരിച്ച് പുതിയത് ഇതിനകത്തൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഇങ്ങനെ തിരിച്ച് ഇതേ രീതിയിൽ തന്നെ ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇത് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. അപ്പം ഇതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈ എയർ ഫിൽട്ടർ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള കംപ്ലയിൻറ്റ്സ് വണ്ടിക്ക് ഉണ്ടാവാം. അതായത് മൈലേജ് കുറവ്, അതുപോലെ തന്നെ വലിവിൻ്റെ പിക്കപ്പിൻ്റെ പ്രശ്നം ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ മിസ്സിങ് കാര്യങ്ങൾ, അങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, എഞ്ചിന് കംപ്ലയിൻറ്റ് വരെ വരാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ഈ എയർ ഫിൽട്ടർ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ. അപ്പം ഇതും നമ്മൾ പ്രധാനമായിട്ട് വാഹനം ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്തതായിട്ട് നമുക്ക് ബാറ്ററിയുടെ ഭാഗത്തേക്ക് വരാം. ബാറ്ററി അറിയാമല്ലോ, ബാറ്ററി ഇല്ലെങ്കിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല.
അപ്പോൾ ബാറ്ററിയുടെ ടെർമിനലുകൾ, അതായത് ഇത് പോസിറ്റീവ് ടെർമിനലും ഇത് നെഗറ്റീവ്, അങ്ങനെ 2 ടെർമിനലുകളാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഈ സർവീസ് ടൈമിൽ നമ്മളിത് ഈ ലിഡ് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ കറക്റ്റ് പ്രോപ്പറായിട്ട് നമുക്ക് ഇതിനകത്തൂടെ ഇലക്ട്രിസിറ്റി അല്ല കറണ്ട് പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാലും ഷോർട്ട് സർക്യൂട്ടും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും ബാറ്ററി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി വാട്ടർ പുറത്തേക്ക് ഡിസ്ചാർജ് ആയിട്ട് എന്തെങ്കിലും തുരുമ്പുകളും കാര്യങ്ങളും ഒക്കെ വണ്ടിക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബാറ്ററി ചെക്ക് ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അപ്പം ഈ എല്ലാ ബാറ്ററിയും പല കമ്പനികളുടെ ബാറ്ററി ഉണ്ട്. അപ്പം എല്ലാ കമ്പനിയുടെ ബാറ്ററിയിലും നമുക്ക് ഇതുപോലെ ലെൻസ് കൊടുത്തിട്ടുണ്ടാവും, ഇങ്ങനൊരു വാണിംഗ് സിഗ്നലുകളും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ബാറ്ററി ഓക്കെ ആണ്, അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മറ്റ് ലാഗോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഈ പറയുന്ന പച്ച ഓക്കെ എന്ന് പറഞ്ഞൊരു സിമ്പിൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഈ ലെൻസിനകത്ത് നമുക്ക് പച്ച ഗ്രീൻ കളറിൽ കാണാൻ സാധിക്കും. ആ ഗ്രീൻ കളറിൽ കാണുന്ന ബാറ്ററി പെർഫെക്റ്റ് ആണ്. അതിന് ആ ബാറ്ററിക്ക് യാതൊരു രീതിയിലുള്ള കംപ്ലയിൻസും ഇല്ല എന്നുള്ളതാണ് അവരവിടെ കാണിച്ചേക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് വൈറ്റ്, അതായത് നമ്മുടെ ബാറ്ററിക്ക് എന്തെങ്കിലും ചാർജ് കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീഡ് ചാർജിങ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വാണിംഗ് സിഗ്നൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ലെൻസിൽ ഈ വെള്ള കളറിൽ, ഈ പച്ചയിൽ നിന്ന് അത് വെള്ളയിലേക്ക് മാറി വെള്ള കളറിൽ ഈ ലെൻസിൽ കാണാൻ സാധിക്കും. അങ്ങനെ കാണുകയാണെങ്കിൽ നമ്മൾ അടുത്തുള്ള ബാറ്ററി ഷോപ്പിലോ അല്ലെങ്കിൽ സർവീസ് സെൻ്ററിലോ കാണിച്ച് ഇതിൻ്റെ ബാറ്ററി ഗ്രാവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം ചാർജ് കുറവുണ്ടെങ്കിൽ നമുക്കത് ചാർജ് ചെയ്ത് റെഡിയാക്കി ഈ പച്ച കളറിലേക്ക് തന്നെ തിരിച്ചത് ഓക്കെ പോയിന്റിലേക്ക് തന്നെ എത്തും. അതുമല്ല, ഈ റെഡ് കളറിലാണ് കാണിക്കുന്നതെങ്കിൽ, റെഡ് കളറിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ, അതിനകത്ത് ഈ ബാറ്ററിക്കെല്ലാം വാട്ടർ വരുന്നുണ്ട്, ഡിസ്റ്റിൽഡ് വാട്ടർ വരുന്നുണ്ട്. അപ്പോൾ അത് കുറവ് വന്നാലും ഈ റെഡ് കളറിൽ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ 3 കാര്യങ്ങൾ ബാറ്ററിയിൽ, ഈ ലെൻസിൻ്റെ ഉപയോഗം ഇതാണ്. ഈ 3 വാണിംഗ് ലാമ്പുകളൊന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ബാക്കി ബാറ്ററി സംബന്ധമായിട്ട് വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊരു ബാറ്ററി കടയിൽ തന്നെ വിളിച്ച് അവരുടെ ഒരു അഡ്വൈസ് തേടാവുന്നതാണ്. ഇത്രയാണ് ബാറ്ററിയെക്കുറിച്ച് പറയാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ടാങ്ക് എല്ലാ വണ്ടികളിലും കാണാം. അതിനകത്ത് നമ്മുടെ ഇങ്ങനെ ഒരു ഗ്ലാസിൻ്റെ പടം പോലെ കാണിച്ചിട്ട് ഇങ്ങനെ ഒരു വൈപ്പർ ഇതുപോലെ കാണും. ഇത് വൈപ്പർ ടാങ്ക്, നമ്മൾ വൈപ്പർ വാഷ് ചെയ്യാനായിട്ട്, ഗ്ലാസ് വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വൈപ്പർ വാഷറിൻ്റെ ടാങ്കാണിത്. ഈ ടാങ്കിലാണ് നമ്മൾ വെള്ളം ഫിൽ ചെയ്യേണ്ടത്. അതിന് നമുക്ക് പല സൊല്യൂഷൻസ് കിട്ടും. ആ സൊല്യൂഷൻസ് മിക്സ് ചെയ്ത് വെള്ളം ഒഴിക്കാം. അതെല്ലാം നോർമൽ വാട്ടർ ഒഴിച്ചാലും നമുക്ക് ജസ്റ്റ് ഗ്ലാസ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ സൊല്യൂഷൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ സൊല്യൂഷൻസ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അത് അവർ പറയുന്ന രീതിയിൽ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഇതിനകത്ത് ഒഴിച്ച് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ ചാനലിൽ വീഡിയോ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ, വാഹന സംബന്ധമായിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ വീഡിയോസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് വഴി എന്നെ അറിയിക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.